പെട്ടെന്നൊരു യാത്ര പോകണം, എന്നാൽ അധികം ദൂരം പറ്റില്ല. അങ്ങനെ ചിന്തിച്ചിരിക്കുന്നവർക്ക് ഒരു പകുതി ദിവസം കൊണ്ട് പോയി വരാൻ പറ്റുന്ന തിരക്ക് കുറഞ്ഞൊരു സ്ഥലമാണ് എറണാകുളം ജില്ലയിലെ കൊച്ചരിക്കൽ കേവ്സ്. കാടിനുള്ളിലെ ഗുഹയും ഉറവയും കുളവുമെല്ലാം ചേർന്ന് തീർത്തൊരു മാന്ത്രികയിടം. പെട്ടെന്നൊരു യാത്ര പ്ലാൻ ചെയ്ത് പോയി വരാൻ പറ്റിയ സ്ഥലമാണിത്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരൽപ്പം സാഹസികതയൊക്കെ നിറഞ്ഞതാണ് കൊച്ചരിക്കൽ ഗുഹ. എറണാകുളത്ത് നിന്ന് 1.5 മണിക്കൂർ യാത്ര ചെയ്താൽ നമ്മൾ കൊച്ചരിക്കൽ എത്തും. പിറവം ടൗണിൽ നിന്നും 12 കിലോമീറ്റർ ദൂരെ പിറമാടം എന്ന സ്ഥലത്താണ് കൊച്ചരിക്കൽ കേവ്സ്. വൈകുന്നേരങ്ങളിൽ കുടുംബവുമൊത്ത് കുറച്ചു സമയം ഇവിടെ ഇരുന്ന് ചെലവഴിക്കാം. അധികം അറിയപ്പെടാത്ത സ്ഥലമായതുകൊണ്ട് തിരക്ക് കുറവാണ്. പാർക്കിംഗ് ഏരിയയിൽ നിന്ന് കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ തന്നെ ഗുഹാ സങ്കേതങ്ങൾ കാണാനാകും. മുത്തശ്ശി മരങ്ങളുടെ വേരുകളിൽ ഒളിച്ചിരിക്കുന്ന അതിപുരാതന ഗുഹകളാണ് ഇവിടുത്തെ പ്രത്യേകത. താഴേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ചുറ്റും പച്ച വിരിച്ചു നിൽക്കുന്ന വലിയ മരങ്ങൾ കാണാം. കാടിന് സമാനമായി വളരുന്ന ഈ വടവൃക്ഷങ്ങളാണ് ഇവിടുത്തെ ആകർഷണങ്ങളിൽ ഒന്ന്. എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിച്ചിരിക്കുന്നത് പോലെ തോന്നും ഇവിടെ നിൽക്കുമ്പോൾ. 2 ഗുഹകളാണ് ഇവിടെ ഉള്ളത്. അതിൽ ആദ്യം കാണുന്ന ഗുഹയിൽ നിന്ന് ഒരു തെളിനീരുറവ ഉത്ഭവിക്കുന്നു. ആ ഉറവയിലെ ജലം അരുവിയായി താഴേക്കൊഴുകി തൊട്ടടുത്തുള്ള കുളത്തിൽ നിറയും. ഗുഹയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഉറവയിലേക്ക് ശുദ്ധമായ തെളിനീരാണ്. ഇവിടെയുള്ളവർ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമാണ് ഈ ഉറവയിലേത്. ഏകദേശം ഒരാൾ പൊക്കത്തിൽ വീതിയുള്ള ഗുഹയ്ക്കുള്ളിൽ 40 പേർക്ക് വരെ അനായാസമായി നിൽക്കാനുള്ള സ്ഥലമുണ്ട്. ഗുഹയ്ക്കുള്ളിലേക്ക് നീരാളി കൈകൾ പോലെ മുത്തശ്ശി മരത്തിന്റെ വേരുകൾ പടർന്നിരിക്കുന്നു. ഈ വേരുകളിൽ ചവിട്ടിയാണ് ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കേണ്ടത്. ഗുഹയുടെ തൂണുകളാണെന്ന് തോന്നും ഈ വലിയ വൃക്ഷത്തിന്റെ വേര് കണ്ടാൽ. ഗുഹയെ ചുറ്റിപ്പറ്റി നാട്ടുകാർ പല കഥകളും പറയുന്നുണ്ട്. ഒരു കഥ 3 കിലോമീറ്റർ വരെ ഗുഹയ്ക്കകത്തേക്ക് പോകാമായിരുന്നു എന്നാണ്. പിന്നെ ഒരു കഥ പണ്ട് യുദ്ധ പോരാളികളുടെ ഒളിത്താവളമായിരുന്നു ഈ ഗുഹകൾ എന്നാണ്. ഗുഹ കഴിഞ്ഞാൽ കൊച്ചരിക്കലിനെ കുറിച്ച് എടുത്തു പറയേണ്ട കാര്യം കുളമാണ്. വലിയ ആഴമൊന്നുമില്ലാത്ത കുളത്തിൽ നമുക്ക് ധൈര്യമായി ഇറങ്ങാമെങ്കിലും പാറക്കൂട്ടങ്ങൾ ഉള്ളതിനാൽ സൂക്ഷിക്കണം. മുകളിലെ അരുവിയിൽ നിന്നുള്ള വെള്ളമാണ് ഇവിടെ ഒഴുകി നിറയുന്നത്. മഴക്കാലത്ത് ഒരു ചെറിയ വെള്ളച്ചാട്ടം പോലെയാകും ഈ അരുവി കുളത്തിലേക്ക് ഇറങ്ങുക. ഗുഹയ്ക്ക് ചുറ്റുമായി മാനം മുട്ടി നിൽക്കുന്ന വൻ മരങ്ങളെ കൂടി അറിയാതെ ഇവിടേക്കുള്ള യാത്ര പൂർത്തിയാകില്ല. 40 മീറ്റർ വരെ ഉയരം വയ്ക്കുന്ന ചീനി എന്ന മരമാണിത്. നിത്യഹരിത വനങ്ങളിലും ഇലകൊഴിയും വനങ്ങളിലും കാണപ്പെടുന്ന ഒരിനം ഇലകൊഴിയും വൻ മരമാണ് ചീനി. കൊടും കാടുകൾക്കുള്ളിലേക്ക് കയറിയാൽ നമുക്ക് ഇതുപോലെയുള്ള വലിയ മരങ്ങൾ കാണാൻ സാധിക്കും. ഈ സ്ഥലത്ത് നിഗൂഢതകൾ നിറയ്ക്കുന്നത് ഈ മരങ്ങൾ കൂടി ചേർന്നാണ്. കുളക്കരയിൽ നിൽക്കുന്ന മരങ്ങളുടെ വേരുകൾക്കിടയിൽ ഒരാൾക്ക് സുഖമായി ഒളിച്ചിരിക്കാം. കാവും കുളവും മന്ത്രവാദവും ഒക്കെയുള്ള മാന്ത്രിക കഥകളിലെ ഏതോ അജ്ഞാതയിടത്താണ് നമ്മളെന്ന് തോന്നിപ്പോകും. കുറച്ചുനേരം ബഹളങ്ങളൊന്നുമില്ലാതെ കാടിന്റെ ഫീൽ അനുഭവിച്ച് ആ കുളക്കരയിൽ നിൽക്കുമ്പോൾ കാതുകളിൽ മന്ത്രോച്ചാരണങ്ങളും മണിമുഴക്കങ്ങളും കേട്ടാൽ ആരെയും തെറ്റു പറയാൻ പറ്റില്ല. അതാണ് കൊച്ചരിക്കൽ നമുക്ക് സമ്മാനിക്കുന്ന ഏറ്റവും നല്ല അനുഭവം.